സിനിമയുടെ ഗ്ലാമർ ലോകത്ത് തിരക്കുകളിൽ നിൽക്കുന്ന കാലത്ത് തന്നെയാണ് സുവർണ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. വീട്ടമ്മയുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് സിനിമാഭിനയം കുറെ നാൾ കൂടി കൊണ്ടു നടന്നു. മലയാളം ഈ അഭിനേത്രിയുടെ വ്യത്യസ്തമായ ക്യാരക്ടർ വേഷങ്ങൾ കാണുന്നതും ഈ കാലത്താണ്. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു ഹസ്ബൻഡാണ് എൻ്റെ കോൺസെപ്റ്റ് ഓഫ് ലൈഫും ഹസ്ബൻഡും അതാണ്. ഞാൻ 2003 കല്യാണം കഴിച്ചത്. പക്ഷേ എൻ്റെ ഈ മേജർ പ്രോജക്ട്സ് എന്ന് പറയുന്ന ഈ നേരറിയാൻ, CBI, ചന്ദ്രമുഖി, അവിചാരിതം, ഇങ്ങനെയുള്ള ഒത്തിരി നല്ല പ്രോജക്ട്സ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ചെയ്ത പ്രോജക്ട്സാണ്. ഞാനൊരു 8-9 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും 4 വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഇടയ്ക്ക് US പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി നല്ല പ്രോജക്ട്സ് ചെയ്തു. എൻ്റെ വിസയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, വെറുതെ വീട്ടിലിരിക്കണ്ട, നീ ഏതായാലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ, അപ്പോൾ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്തോളാൻ പറഞ്ഞ് ആ സമയത്താണ് എനിക്ക് നല്ല പ്രോജക്ട്സ് കിട്ടിയത്. പിന്നെ ഒരു സമയത്ത് വന്നും പോവുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാകുകയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ജീവിച്ചാലേ ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ US തന്നെ സെറ്റിൽ ആകാൻ തീരുമാനിച്ചു. ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫാമിലിയാണോ സിനിമയാണോ എന്ന് നോക്കേണ്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോഴും ഈ സിനിമ എനിക്കൊരു വലിയൊരു ഒരു മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടില്ല. കാഷ്വൽ ആയിട്ടുള്ള ജീവിതം അത് വളരെ കാഷ്വലായിട്ട് തന്നെ എനിക്ക് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടില്ല. എനിക്കവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് പോട്ട്ലക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ 6 ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ വളരെ ജോവിയലായിട്ട് ഞങ്ങൾ മാസത്തിലൊന്ന് മീറ്റ് ചെയ്യും. അങ്ങനെ ഒരു സാധാരണ വ്യക്തിയുടെ പോലെ തന്നെ എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുക. അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ സിനിമ നൽകിയ ഭാഗ്യങ്ങൾക്കുമപ്പുറം ജീവിതം നൽകിയ സൗഭാഗ്യങ്ങളിൽ സന്തോഷിക്കുന്നു സുവർണ. സ്നേഹസമ്പന്നനായ ഭർത്താവ്, സ്ത്രീ എന്ന നിലയിൽ ഇവരുടെ ജീവിതം സ്നേഹപ്രകാശം കൊണ്ട് നിറയുന്നു. ഈ കുടുംബിനി എപ്പോഴും ആഹ്ലാദവതിയാണ്. എൻ്റെ ഹസ്ബൻഡ് പേര്, ഒഫീഷ്യൽ പേര് വർഗീസ് എന്നാണ്, വർഗീസ് ജേക്കബ്. മാവേലിക്കരയാണ് അവരുടെ വീട്. ഹസ്ബൻഡ് സ്കൂളിൽ പഠിച്ചതെല്ലാം ബോംബെയിലാണ്. എൻ്റെ മദറിൻലോ അവിടെ ബോംബെയിൽ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്നു. ഫാദറിൻലോയും ബോംബെയിൽ ജോലി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അവർ US ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു 25 years ആയിട്ട് US താമസിക്കുന്നത്. പുള്ളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, വർക്ക് ചെയ്യുന്നു എൽസ്വെയർ സയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ. ഞാൻ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ആസ് ഐ സെഡ്. അതുകൊണ്ട് കുറച്ച് ബിസി ആയിട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ അമ്മയാണ്, എൽസമ്മ. അമ്മയാണ് എൻ്റെ കൂടെ ഷൂട്ടിങ്ങിനെല്ലാം വന്നുകൊണ്ടിരുന്നത്. എല്ലാം ഇതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ 4 പിള്ളേരാണ്. എനിക്ക് 2 മൂത്ത ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണുള്ളത്. ഇതെൻ്റെ ഏറ്റവും മൂത്ത ബ്രദറാണ് സജി മാത്യു. എനിക്ക് 2ാമത്തെ ബ്രദർ സിബി മാത്യു. 3ാമത്തെ എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ പേര് സ്വപ്ന എന്നാണ്. അവൾ എറണാകുളത്ത് സെറ്റിലാണ്. ഞാനാണ് 4ാമത്തേത്. അപ്പോൾ ഇവരെല്ലാം ഓൾറെഡി ലൈഫിൽ സെറ്റിൽഡാണ്. അവർക്കൊക്കെ ഈ ബ്രദറിന് 3 പിള്ളേരുണ്ട്, മറ്റേ ബ്രദറിന് ഒരു കുട്ടിയുണ്ട്, സിസ്റ്ററിന് 2 പിള്ളേരുണ്ട്. ഇതെൻ്റെ മോനാണ്, എനിക്കൊരു കുട്ടിയുള്ള. അവൻ്റെ പേര് ജേക്കബ്. ഞങ്ങൾ ജേക്ക് എന്നാണ് വിളിക്കുന്നത്. അവൻ്റെ വലിയച്ഛൻ്റെ പേരാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ പേരാണ് ജേക്കബ്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം US ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിലേക്കുള്ള ഈ തിരിച്ചുവരവ് ശക്തമായൊരു കഥാപാത്രമായിട്ടാണെന്നുള്ളത് ഈ അഭിനേത്രിക്ക് അതിയായ സന്തോഷം നൽകുന്നു. ചട്ടക്കാരി എന്ന ഈ ചിത്രത്തിലെ ഈ കഥാപാത്രത്തിന് ഭാവവും ഭംഗിയും നൽകാൻ പ്രതിജ്ഞാബദ്ധമാവുകയാണ് സുവർണ. പ്രേക്ഷകരും പ്രതീക്ഷയോടെയാണ് ഈ കലാകാരിയുടെ പുതിയ കഥാപാത്രത്തെ കാത്തിരിക്കുന്നതും. റീ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ചെയ്യുന്ന പടം ചട്ടക്കാരി എന്നാണ്. പഴയ ചട്ടക്കാരിയുടെ റീമേക്കാണ്. സുരേഷ് കുമാർ സാറിൻ്റെ രേവതി കലാമന്ദിർ ബാനറാണ്. ഇത് ശരിക്കും വേറൊരു ആക്സിഡൻ്റ് എന്ന് പറയാം. ഞാൻ അവിചാരിതം ചെയ്തതുപോലെ ഒരു ആക്സിഡൻ്റിൽ കിട്ടിയൊരു സിനിമയാണ്. ഞാൻ ആക്ച്വലി കുഞ്ഞിനെയും കൊണ്ട് ഞാനും ഹസ്ബൻഡും വെക്കേഷൻ വന്നതാണ് നാട്ടിൽ. അപ്പം ഞാൻ അവിടുന്ന് പോരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, സിനിമയിൽ അഭിനയിക്കാൻ പ്ലാനുണ്ടോ? 1-2 മാസം നാട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അഭിനയമാണോ പ്ലാൻ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്ലാനേ എനിക്കില്ല, ഞാൻ അഭിനയിക്കാനേ അല്ല വരുന്നത്. ഞാൻ ജസ്റ്റ് കുഞ്ഞിനെ കണ്ട് വരുന്നു. ഫാമിലി മെമ്പേഴ്സ്, അമ്മയല്ലാതെ ആരും കുഞ്ഞിനെ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം. പിന്നെ എനിക്ക് കുറച്ച് നടുവിന് വേദന ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് 2 ഉദ്ദേശം എന്ന് പറഞ്ഞാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആയുർവേദത്തിൽ പോയി ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി.
അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പ്രൊഡക്ഷൻ മാനേജർ അപ്പി രാധാകൃഷ്ണേട്ടൻ ഫോൺ ചെയ്യുന്നത് പോലെ ഒരു ക്യാരക്ടറുണ്ട്, ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്കൊരു 2 ദിവസത്തെ സമയം എന്താ, ഞാൻ പറയാം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പം സുമാരി ചേച്ചി ചെയ്ത ഒരു ക്യാരക്ടറാണ്. അതിന് മലയാളത്തിലും ഹിന്ദിയിലും ഈ ക്യാരക്ടർ ചെയ്ത ആൾക്കാർക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡും കിട്ടിയ ഒരു ക്യാരക്ടറാണ്. അപ്പം എനിക്കെന്ന് വെച്ചാൽ അവാർഡ് കിട്ടണമെന്നല്ല, പക്ഷേ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ 3-4 വർഷമായി സിനിമ ചെയ്തിട്ട്, അപ്പം ഞാൻ തിരിച്ചൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ക്യാരക്ടർ ആവണം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ ആ പടം ചെയ്തു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ക്യാരക്ടർ, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള മദറാണ്.